الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله الذي أرسله بشيرًا ونذيرًا ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ അനുഗ്രഹീതമായ ഈ പള്ളിയിൽ ഒരുമിപ്പിച്ചതുപോലെ ഇതിലും അനുഗ്രഹീതമായ സ്വർഗീയ പൂങ്കാവനത്തിലും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബാദികളോടൊപ്പം അല്ലാഹു നമ്മെ ഒരുമിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നമുക്കും നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്കും അല്ലാഹു തആല മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആഫിയത്തോടെ ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുവാനും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും അതേ പൊരുത്തത്തിലായി മരണപ്പെടുവാനും സർവശക്തനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ആമീൻ എന്നാമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ മാസം ഏതാനും ദിനങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ വരവേൽക്കുവാനും ആ പുണ്യമാസത്തിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും അതിലൂടെ നമുക്ക് സ്വർഗ്ഗപ്രവേശനം ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസം മുതൽക്കേ നമ്മൾ പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥനകളെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ മാസത്തിലേക്ക് എത്തിക്കണമെന്ന് നാം എല്ലാവരും ദുആ ചെയ്യുകയാണ്. ആ സമയത്തേക്ക് എത്തിക്കുക. റമളാനിന്റെ 30 ദിവസങ്ങളിൽ ഹയാത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. കാരണം ഈ കഴിഞ്ഞ 11 മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുറെയൊക്കെ അനുസരിച്ചും കുറെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും അപാകതകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും ആ വന്നുപോയ അപാകതകളെല്ലാം തന്നെ അള്ളാഹുവിലേക്ക് പറയാനും അള്ളാഹുവിലേക്ക് വലിയ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനകൾ നിരത്തുവാനും അപേക്ഷകൾ നിരത്തുവാനും നാം തെരഞ്ഞെടുക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധമായ റമളാൻ. സാധാരണ ദിവസങ്ങളിൽ, സാധാരണ മറ്റു മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി കാലങ്ങളിലാണ് മുഅ്മിനിന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ ഏറ്റവും കൂടുതലായി സമയം തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഈ കടന്നു വരുന്ന 30 ദിനരാത്രങ്ങൾ രാവും പകലും രാത്രിയും ഏതു സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെ ദുആ സ്വീകരിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണമെന്നും ആരോഗ്യപരമായി ആഫിയത്ത് നൽകണമെന്നും
മറ്റുള്ള ദുഃഖങ്ങളെല്ലാം മാറ്റി സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്നുമെല്ലാം നമ്മൾ ദുആ ചെയ്തിട്ട് വബല്ലിഗ്നാ റമദാൻ, ആ റമദാനിന്റെ 30ലേക്കും ഞങ്ങളെ എത്തിക്കണമെന്ന് ദുആ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. കാരണം പരിശുദ്ധമായ റമദാനിൽ ധാരാളം ഇബാദത്തുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ആഗതവും അതിന്റെ വിടപറച്ചിലും എല്ലാം വളരെ പ്രസിദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, പരിശുദ്ധമായ റമദാനിന്റെ നിലാവ് കണ്ടു കഴിഞ്ഞാൽ, പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാവായാൽ, ആ രാവായി കഴിയുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, മൻ ദല്ലദീ യുഹിബ്ബുനാ ഫനുഹിബ്ബുഹു, ആരാണ് എന്നെ പ്രിയം വെക്കുന്നത്, ആരാണ് എന്നിലേക്ക് ഇഷ്ടം വെക്കുന്നത്, ആരാണ് ഞാൻ പറഞ്ഞ ഇബാദത്തുകൾ കൽപ്പനകൾ അനുസരിക്കുന്നത്, ആരാണ് എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിലും ദുനിയാവിൽ സ്വപ്നത്തിലുമെല്ലാം എന്നെ കാണണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത്, മലക്കുകളെ നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ പറയട്ടെ, ഫനുഹിബ്ബുഹു, ഞാൻ അവനെയും ആഗ്രഹിക്കുകയാണ്, അവനോടും ഇഷ്ടം വെക്കുകയാണ്, എന്റെ പ്രണയം ഞാൻ അവനോടും അറിയിക്കുകയാണ് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ പറയുകയാണ്. തീർന്നിട്ടില്ല, വീണ്ടും അല്ലാഹു തആല പറയുന്നു, മൻ ദല്ലദീ യത്ലുബുനാ, ആരാണ് എന്നോട് തേടുന്നത്, ആരാണ് അവന്റെ സങ്കടങ്ങൾ എന്നോട് പറയുന്നത്, ആരാണ് വിഷമങ്ങൾ പറയുന്നത്, ആരാണ് അവന്റെ കടബാധ്യതകളെ പറ്റി എന്നോട് പറയുന്നത്, ആരാണ് വീട്ടിലെ വിശേഷങ്ങൾ എന്നോട് പ്രത്യേകമായി എടുത്തു പറയുന്നത്, എന്നാൽ ഫനതുലുബുഹു, അവന്റെ തേട്ടത്തിനുപരിയായി ഞാനും അവനെ തേടുകയാണ്, ഞാൻ അവനെ അന്വേഷിക്കുകയായിരുന്നു, അവന്റെ തേട്ടങ്ങളെല്ലാം ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ. മൂന്നാമതായി അല്ലാഹു പറയുന്നു, മൻ ദല്ലദീ യസ്തഗ്ഫിറുനാ, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നത്. ജീവിതത്തിലെ 11 മാസക്കാലം, ഈ കഴിഞ്ഞ 365 ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിൽ 335 ദിവസവും കഴിഞ്ഞുപോയി. ആ 335 ദിവസത്തിലും ഓരോ തെറ്റുകുറ്റങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും വന്നുപോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിനയാന്വിതനായി അഹങ്കാരമില്ലാതെ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാറിനെ തേടുന്നവനാരുണ്ടോ, കണ്ണുകളെ കൊണ്ട് ചെയ്തു പോയതായ കുറ്റങ്ങളെല്ലാം പടച്ചവനിലേക്ക് ആരാണോ ഏറ്റുപറയുന്നത്, അവന്റെ നാവുകളെ കൊണ്ട് പറഞ്ഞതായ കുറ്റങ്ങളൊക്കെ അല്ലാഹുവേ നീ മാപ്പ് നൽകണമെന്ന് പടച്ചവനോട് ആരാണോ ഇസ്തിഗ്ഫാറിനെ തേടുന്നത്, എന്റെയും എന്റെ മാതാപിതാക്കളുടെയും അവർ മരണപ്പെട്ടു പോയി, എന്നാലും അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറ്റങ്ങളൊക്കെയും റബ്ബേ നീ പൊറുക്കണമെന്ന് ആരാണോ പറയുന്നത്, എന്റെ ഭാര്യ ഭാഗത്തു നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കണമേ എന്ന് ആരാണോ അല്ലാഹുവിനോട് പറയുന്നത്, എന്റെ കൂട്ടുകുടുംബാദികളുടെയും കൂടപ്പിറപ്പുകളുടെയും എല്ലാം കുറ്റങ്ങളൊക്കെ പൊറുക്കണമെന്ന് അല്ലാഹുവിനോട് ആരാണോ തേടുന്നത്, അല്ലാഹു പറയുന്നു, എന്നാൽ ഫനഗ്ഫിറു ലഹു ബിഹുർമത്തി റമളാൻ, അവനാ ചോദിച്ച മുഴുവൻ തേട്ടങ്ങളും അവൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഇസ്തിഗ്ഫാറിനെ തേടിയത്, അവനും അവന്റെ മാതാപിതാക്കൾക്കും കാരണവന്മാർക്കും അവന്റെ കൂടപ്പിറപ്പുകൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും അങ്ങനെ ആർക്കെല്ലാം വേണ്ടി അവൻ ഇസ്തിഗ്ഫാറിനെ തേടിയോ, ഫനഗ്ഫിറു ലഹു ബിഹുർമത്തി റമളാൻ, ഈ പരിശുദ്ധമായ റമളാനിന്റെ ഈ മഹത്വം കൊണ്ട്, ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് ഞാനിതാ ഫനഗ്ഫിറു ലഹു, അല്ലാഹ് പറയുന്നത് ഞാൻ പുറത്തു കൊടുക്കുന്നു എന്നാണ്. അറബിയിൽ ഒരു വ്യാകരണം അതാണ്. അല്ലെങ്കിൽ സൗഫ എന്നൊക്കെ പറഞ്ഞാൽ അറബിയിൽ അത് പിന്നീട് അത് ചെയ്യാം, നിങ്ങൾ പിന്നീട് നോക്കട്ടെ എന്നൊരു ചിന്തയിലാണ്. പക്ഷേ ആ ഇബാറത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹ് പറയുന്നു ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ രാവിൽ, ദിവസം തുടങ്ങി മാസം തുടങ്ങി പകുതിയായിട്ടില്ല, ആ നിലാവ് കണ്ട സമയത്തു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് വിളിച്ചു പറയുന്നതാണ്. എന്നിട്ട് ഫയഅമുറുല്ലാഹു തആല ലികറാമിൽ കാത്തിബീൻ, മലക്കുകളോട് അല്ലാഹു തആല വിളിച്ചു പറയും, നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകളോട് വിളിച്ചു പറയും, ഓരോ മനുഷ്യന്റെയും വലതുഭാഗത്ത് അവന്റെ ജീവിതത്തിൽ ചെയ്യുന്നതായ നന്മകളെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ തയ്യാറാക്കിയിട്ടുണ്ട്.
മലക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവുന്നത് കാരണം നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകൾ നെറ്റ് ഓണാക്കിയിട്ടിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യമായി സംസാരിച്ചാൽ ആ സംസാരങ്ങളെല്ലാം മൊബൈൽ പിടിക്കുകയും നമ്മൾ എന്തെങ്കിലും പരസ്യ സംബന്ധമായ എന്തെങ്കിലും ഉപകരണ സംബന്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നീട് നമ്മുടെ മൊബൈലിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം അതിന്റെ പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഇന്ന് ശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട്. ഇന്നത്തെ കണ്ടുപിടുത്തത്തിന്റെ ഒരു കാര്യമായി പറഞ്ഞിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന ചാർജ് ചെയ്താൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ഫോൺ അത്തരത്തിൽ നമ്മുടെ സംസാരങ്ങളെല്ലാം കേൾക്കുകയും പിടിച്ചെടുക്കുകയും രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളതായ അല്ലാഹ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നുപോലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ലാത്ത മലക്കുകൾ നമ്മുടെ വലതു ഭാഗത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തോടു കൂടി ഇരുന്നാൽ ഇരിക്കുന്ന സമയമത്രയും ഈ ഇരുത്തത്തിനു വരെ നിങ്ങളുടെ മലക്കുകൾ വലതു ഭാഗത്തിരിക്കുന്ന മലക്കുകൾ നന്മ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ആ മലക്കുകളോട് അല്ലാഹു തആല പറയുന്നു, അല്ലയോ മലക്കുകളെ ബിഅൻ യക്തുബു ലഹുൽ ഹസനാത്ത്, അവരുടെ നന്മകൾ, എൻ്റെ അടിമകളുടെ നന്മകൾ ഒന്നുപോലും വിട്ടുപോകാൻ പാടില്ല, ഒന്നുപോലും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല, ഒന്നുപോലും നിസ്സാരമാക്കാൻ പാടില്ല. അതെല്ലാം കൃത്യമായി മലക്കുകളെ നിങ്ങൾ രേഖപ്പെടുത്തണം. മാത്രമല്ല വലാ യക്തുബു അലൈഹിം സയ്യിആത്ത്, അവരുടെ കുറ്റങ്ങളൊന്നും നിലവിൽ ഈ മാസത്തിൽ അവരുടെ കുറ്റങ്ങളൊന്നും നിങ്ങൾ എഴുതരുത്. കാരണം നന്മയിൽ അവൻ എത്രമാത്രം ആഗ്രഹത്തോടു കൂടി തയ്യാറാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് മലക്കുകളെ, തിന്മകളെ നിങ്ങൾ എഴുതല്ല കേട്ടോ, അവരുടെ നന്മകൾ മാത്രമേ നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. അത്രമാത്രം പോരിശയായ ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും വളരെയധികം പ്രയോജനപ്രദമായ പ്രതിഫലാർഹമായ സമയമാണ്, മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ വരുന്ന ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ പരിശുദ്ധമായ മാസം ഇതാ ആരംഭിക്കുകയാണ്. മർഹബൻ യാ റമളാൻ, മർഹബൻ യാ റമളാൻ. പരിശുദ്ധ മാസമേ, നിനക്കു ഞങ്ങൾ ഇതാ സ്വാഗതം അരുളുകയാണ്. 2 മാസം മുന്നേ ഞങ്ങൾ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നീ ഞങ്ങളിലേക്ക് വന്നണഞ്ഞാലും ഞങ്ങൾ നിന്നെയൊന്ന് പുണരട്ടെ, ഞങ്ങളുടെ വേദനകൾ റബ്ബിനോട് പറയട്ടെ. യാതൊരു ഉപാധികളുമില്ലാതെ പടച്ചവൻ സ്വീകരിക്കുന്ന സമയങ്ങളിൽ, ദുആ സ്വീകരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ വേദനകളൊന്ന് പറയട്ടെ. മർഹബൻ യാ റമളാൻ, പോരിശയാക്കപ്പെട്ട സമയമേ, പോരിശയാക്കപ്പെട്ട മാസം, തുത്തിരഹമായ ദിനങ്ങളെ, പരിഫലാർഹമായ രാവുകളെ, നിനക്കു ഞങ്ങളിതാ സ്വാഗതം അരുളുകയാണ്. ആ മാസം ഇതാ കടന്നു വരാൻ പോകുന്നു. വേണ്ട വിധത്തിൽ സ്വീകരിക്കാൻ റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു സന്ദർഭം കൂടി പറയാം. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് വിവരിച്ചു ഒരുക്കുകയാണ്. റമളാൻ മാസത്തിന്റെ രഹസ്യങ്ങളിൽ, റമളാൻ മാസത്തിന്റെ പ്രതിഫലങ്ങളിൽപ്പെട്ട ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, ഇദാ കാന യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, ലോകമാകെ അവസാനിച്ചു കഴിഞ്ഞ് നമ്മുടെ നന്മയും തിന്മയുമൊക്കെ പരിശോധിക്കാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്ന ഒരു മഹ്ശറ എന്ന് പറയുന്ന ആ സംവിധാനം, ആ ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ, ഖൗമുൻ ലഹും അജ്നിഹത്തുൻ കഅജ്നിഹത്തി ത്വയ്ർ, പക്ഷികളുടെ ചിറക് പോലെ, അതായത് പറക്കാൻ ഉപയോഗിക്കുന്ന പറന്നു പോകുന്ന ചിറക് പോലെ. കോഴിയുടെ ചിറക് പോലെയല്ല, കോഴി കുറച്ചല്ലേ പറക്കുള്ളൂ. വലിയ പറക്കാൻ കഴിയുന്ന പക്ഷികളുടെ ചിറക് പോലെയുള്ള ചിറകുകളുമായി ഒരു വിഭാഗം ആളുകൾ പറന്ന് പറന്ന് സ്വർഗത്തിന്റെ വരമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കും, പറന്ന് പറന്ന് സ്വർഗ വരമ്പിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ സ്വർഗത്തിനെ കാക്കുന്ന സ്വർഗത്തിനെ കാക്കുന്ന മലക്ക് ആ പറന്നു വന്നിരിക്കുന്ന അല്ലാഹുവിന്റെ അടിമകളോട് ചോദിക്കും, മൻ അൻതും, നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾ ഇങ്ങനെ പറന്നു വന്ന് സ്വർഗത്തിൽ വന്ന് ഇരിക്കുന്നത് എന്ന് സ്വർഗത്തെ കാക്കുന്ന മലക്കുകളെ ചോദിക്കുമ്പോൾ അവർ പറയും, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതായത് നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയോ ആണ് എന്നാണ് ഈ പറഞ്ഞത്. അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും ആ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെയോ ആണ് അവിടെ സ്വർഗത്തിൽ പറന്നു ചെന്നിരിക്കുന്നത്. അപ്പൊ ആ സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കാണ്, അല്ല നിങ്ങൾ ആരാ? അപ്പൊ അവര് പറയും, ആ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അപ്പോൾ ആ മലക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഹൽ റഅയ്തുമുൽ ഹിസാബ്? അല്ല, നിങ്ങൾ ഇങ്ങനെ പറന്നു വന്നിരിക്കുന്നത് ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഹൽ റഅയ്തുമുൽ ഹിസാബ്? നിങ്ങൾ ഹിസാബിനെ കണ്ടോ? നിങ്ങൾക്ക് വിചാരണ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് വിചാരണ ഉണ്ടായിരുന്നോ? അവര് പറയും, ലാ, ഞങ്ങളെ വിചാരണ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ദുനിയാവിലെ ജീവിതത്തെ പറ്റി അള്ളാഹു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അള്ളാഹു ഞങ്ങളെ വിചാരണ ചെയ്തിട്ടില്ല. വീണ്ടും ആ മലക്ക് ചോദിക്കുകയാണെന്നാൽ, ഹൽ റഅയ്തുമുസ് സിറാത്ത്? ഏതു മനുഷ്യനും കടന്നു വരുന്ന സ്വർഗത്തിലേക്ക് വരുന്നതിന് മുൻപേ നടന്നു വരുന്ന സുറാത്ത് എന്ന പാലമുണ്ടല്ലോ, ആ സുറാത്ത് എന്ന പാലത്തിലൂടെ നടന്ന് മുട്ടുകുത്തിയാണെങ്കിലും ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേർന്നാൽ അൽഹംദുലില്ലാഹ്, ഇടക്ക് വെച്ചെങ്ങാനും കാലിടറിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അവൻ കത്തിക്കാളുന്ന നരകത്തിലേക്കാണ് വീഴുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഏതു മനുഷ്യനും ഭയപ്പെടുന്നതായ സുറാത്ത് എന്ന പാലം, ഏതൊരാളും ഭയപ്പെടുന്ന സുറാത്ത് എന്ന പാലം കാണുമ്പോൾ താഴെ നരകമാണ്. പല ആളുകളുടെയും അട്ടഹാസങ്ങൾ അവിടെ നിന്ന് കേൾക്കാം. മുൻപേ നരകത്തിലേക്ക് വീണവരുടെ കരച്ചിൽ അവിടെ നിന്ന് കേൾക്കാം. പിടിച്ചു പോകുമ്പോ നരകത്തിലേക്ക് വീഴേണ്ടവനാണെങ്കിൽ നരകത്തിൽ നിന്നും വലിയ കൊളുത്തുകൾ പൊങ്ങി വന്നുകൊണ്ട് അവനെ കൊളുത്തി നരകത്തിലേക്ക് വലിച്ചിടുമെന്ന് ശഫീഉൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഏതു മനുഷ്യനും പേടിയോടുകൂടി നടന്നു പോകുന്ന തലമുടി നാലിനേക്കാൾ നേർമയുള്ളതായ, മൂർച്ചയേറിയ വാളിനേക്കാൾ മൂർച്ചയുള്ളതായ ആ സുറാത്ത് എന്ന പാലമുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടുപോയെന്ന് സ്വർഗത്തിനെ കാക്കുന്ന മലക്കുകൾ ചോദിക്കുമ്പോ അവര് പറയില്ല, ഞങ്ങൾ അതും കണ്ടിട്ടില്ല, ഞങ്ങൾ അതിന്റെയൊക്കെ മീതെ കൂടി പറന്നു വന്നാണ് സ്വർഗത്തിലിരുന്നത്. അപ്പോൾ ഈ മലക്ക് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രമാത്രം മഹോന്നതമായ പദവി ലഭിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് മഹോന്നതമായ ഈ പദവി ലഭിച്ചത്? ഹജ്ജ് ചെയ്തിട്ടാണോ? മറ്റെന്തെങ്കിലും വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടാണോ? അവര് പറയുകയാണ്, അബദനല്ലാഹു സിർറാ ഫീ ദാരി ദുനിയാ, ദുനിയാവിൽ വെച്ച് ഞങ്ങൾ അല്ലാഹുവിനെ രഹസ്യമായി ആരാധിച്ചു. ഞങ്ങൾ രഹസ്യമായി അല്ലാഹുവിനെ ആരാധിച്ചു. അതുകൊണ്ട് അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തി. സിർറം ഫിൽ ആഖിറ, ആരും അറിയാതെ നേരെ ഞങ്ങളെ സ്വർഗത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടെത്തിച്ചു തന്നു. അല്ലാഹു നമ്മയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ ചെയ്യും. അല്ലാഹ് ചില ആളുകളെ വിചാരണ ചെയ്യാതെ, യാതൊരു വിചാരണയും കൂടാതെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആക്കുമെന്നാണ്. കൂട്ടത്തിൽ പെട്ടതാണ് ഈ വിഭാഗം ആളുകൾ. സിർറായി, രഹസ്യമായി പരിശുദ്ധമായ റമദാൻ മാസത്തിൽ രഹസ്യമായി അല്ലാഹുവിനെ ആരാധിക്കുക. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ആരാധനകളിൽപ്പെട്ട ഒന്നാണ് നോമ്പ്. പകലിൽ നോമ്പനുഷ്ഠിക്കുക. നോമ്പനുഷ്ഠിക്കുമ്പോൾ അല്ലാഹു മാത്രമേ അറിയുന്നുള്ളൂ, അവനും അല്ലാഹുവും മാത്രമേ അറിയുന്നുള്ളൂ നോമ്പുകാരനാണോ എന്ന്. അതിന് പകരമായി, ആ നോമ്പിന് പകരമായി തന്നെ അല്ലാഹു നൽകുന്നത് സ്വർഗമാണെങ്കിൽ തുടർന്ന് വരുന്ന തറാവീഹ് നമസ്കാരത്തിന്റെ പ്രതിഫലം എന്തായിരിക്കും? ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലം എന്തായിരിക്കും? സക്കാത്ത് ചെയ്യുന്നതിന്റെയും സ്വതക്ക ചെയ്യുന്നതിന്റെയും ഒക്കെ പ്രതിഫലങ്ങൾ എന്തായിരിക്കുമെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് കണക്കാക്കാവുന്നതിൽ, മനസ്സിൽ ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിന്റെ മാത്രം പ്രത്യേകതയായി അതിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചാൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റമളാൻ വിട പറയുമ്പോൾ ആകാശഭൂമികൾ കരയുമെന്ന. റമളാൻ വിട പറയുമ്പോ ഈ കിടക്കുന്ന ആകാശഭൂമികളും ഈ നട്ടിരിക്കുന്ന സസ്യലതാദികളും ഒക്കെ കരയുമെന്നാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ സ്വഹാബക്കൾ ചോദിച്ചു, എന്തിനാ നബിയെ കരയുന്നത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ദിഹാബി റമദാൻ, റമദാൻ കടന്നു പോയതിന്റെ പേരിലാണ്, ഈ റമദാന്റെ ആ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആകാശഭൂമികളും സസ്യലതാദികളും ഒക്കെ കരയുന്നത്. അതുകൊണ്ട് സ്വഹാബത്തെ നമ്മളാണ് അതിനേക്കാൾ കൂടുതൽ കരയാൻ അർഹതപ്പെട്ടവർ. കാരണം ആ ദിവസങ്ങളിൽ പകലാകട്ടെ രാത്രിയാകട്ടെ വെള്ളിയാഴ്ചയാകട്ടെ ചൊവ്വാഴ്ചയാകട്ടെ ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആയിനെ സ്വീകരിക്കുമെന്നാണ്, എല്ലാ നന്മകളെയും രേഖപ്പെടുത്തുമെന്നാണ്, ഒരൊറ്റ തിന്മകളെ പോലും അല്ലാഹു തആല രേഖപ്പെടുത്തുകയില്ല എന്നാണ് ആ മാസത്തിന്റെ പ്രത്യേകതയായി ആദരവായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളാണ് കരയേണ്ടത് എന്ന് ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ പുണ്യമാസം ഇതാ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മിലേക്ക് കടന്നു വരികയാണ്, നമ്മുടെ ശരീരത്തിലേക്ക് പിടിക്കുകയാണ്, നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്, വസന്തം ഇതാ കടന്നു വരികയാണ്. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യണം, ഖുർആൻ ഓതണം, നോമ്പനുഷ്ഠിക്കണം, തറാവീഹ് നമസ്കാരങ്ങൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പനുഷ്ഠിക്കേണ്ടവർക്കെല്ലാം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചതാണ്, ആരോഗ്യപരമായി നമുക്കതിന് ശേഷിയില്ല എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ കൃത്യമായി ഡോക്ടറെ കണ്ട് അതിനുള്ള ഉപാധികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ച് പരിശുദ്ധമായ റമദാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. രണ്ടാമതായി നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മദ്രസ വിദ്യാർത്ഥികളും നമ്മുടെ വീട്ടിലെ മക്കളും ഒക്കെ ഖുർആൻ ഓതുന്നവരായി മാറണം. ഈ ലോകത്ത് എന്തെങ്കിലും നന്മകൾ അല്ലാഹു തആല അധികമായി ആർക്കെങ്കിലും നൽകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾക്കാണ്. കാരണം ഖുർആൻ ഓതുന്നവരെ അല്ലാഹു പരിചയപ്പെടുത്തിയത് അവന്റെ അഹ്ലുകാര് എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ ഞാനും നിങ്ങളും ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 10 ആയത്തെങ്കിൽ 10 ആയത്ത്, ഒരു പേജെങ്കിൽ ഒരു പേജ്. ബഹുമാനപ്പെട്ട സലഫുകളായ പണ്ഡിതന്മാർ റമദാൻ മാസമായി കഴിഞ്ഞാൽ 3, 4, 5, 6, 60, 70 ഖത്തമുകൾ തീർക്കുമെന്നായിരുന്നു ചരിത്രത്തിൽ പറയപ്പെടുന്നത്. അത്രയൊന്നും അല്ലെങ്കിലും അല്ലാഹുവിന്റെ തൗഫീഖിനാൽ നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, നല്ല തണലത്തിരുന്ന് ഓതാൻ പറ്റുന്ന പള്ളികളുണ്ട്, വീടുകളുണ്ട്. എല്ലാവരുടെ വീടുകളിലും മുസ്ഹഫുകളുണ്ട്, എല്ലാവരുടെ മൊബൈലുകളിലും മുസ്ഹഫുകളുണ്ട്. എല്ലാവരും ഖുർആൻ ഓതാൻ തയ്യാറാകണം. ഒരാൾക്കും ഒരു ന്യായം പോലും അല്ലാഹുവിന്റെ അടുക്കൽ പറയാനില്ല എന്ന് വളരെ ശക്തമായി നിങ്ങളെ ഉണർത്തുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആന്റെ മാസമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി നമ്മുടെ നോമ്പ് തുറപ്പിക്കലുകൾ പള്ളികളിലും വീടുകളിലും കൂട്ടുകുടുംബാദികളെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ടാണെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ നോമ്പ് തുറപ്പിക്കലുകൾ കൃത്യമായി നടത്തണം, നിർവഹിക്കണം. കാരണം ഈ 365 ദിവസത്തിൽ കേവലം 30 പ്രാവശ്യം മാത്രമേ നമുക്കതിനുള്ള അവസരമുള്ളൂ എന്ന് മനസ്സിലാക്കണം. പിന്നീട് ഒരു ദിവസങ്ങൾ, പിന്നീട് ഒരു മാസത്തിലും നോമ്പ് തുറപ്പിക്കാൻ നമുക്ക് അവസരമില്ല. പിന്നീട് ആ വർഷം വീണ്ടും വരണം. അപ്പോഴേക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താകുമെന്നോ, നമ്മുടെ ആരോഗ്യം എന്താകുമെന്നോ, നമ്മുടെ റൂഹ് എവിടെയായിരിക്കുമെന്നോ, നമ്മുടെ ശരീരം എവിടെയായിരിക്കുമെന്നോ എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുകയില്ല. അല്ലാഹു നമുക്കെല്ലാവർക്കും നിഅമത്തിനെ ദായിമാക്കി നൽകുമാറാകട്ടെ, ആഫിയത്തിനെ സ്ഥിരപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നോമ്പ് തുറപ്പിക്കലുകൾ കേവലം 30 ആളുകൾക്ക് മാത്രമേ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയുള്ളൂ. എല്ലാവരും മത്സരത്തോട് കൂടി എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ മുൻകടക്കുന്ന ആളുകളിൽ പെടാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. കഴിയും പ്രകാരം പള്ളികളിലെ നോമ്പുതുറകളിൽ എല്ലാവരും തന്നെ പങ്കാളികളാവുക. നമ്മുടെ വീടുകളിൽ കൂട്ടുകുടുംബാദികളെയും കൂടപ്പിറപ്പുകളെയും ഒക്കെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തതായി സ്വദഖ, സക്കാത്ത് വിഹിതങ്ങളെല്ലാം നമ്മൾ കൃത്യമായി നമുക്കതിന് അർഹതപ്പെട്ട ആളുകൾക്ക് നൽകുക. സ്വദഖ എന്ന് പറയുന്നത് സുന്നത്തായ ഒരു അമലാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഫർളായി നമ്മൾ നിർവഹിക്കേണ്ടുന്നതായ, കൃത്യമായി നിർവഹിക്കേണ്ടുന്നതായ ഒരു അമൽ തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ആമിലീന വഫീ സബീലില്ലാഹ് വബിനിസ് സബീലി ഫരീദത്തൻ മിനല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. പരിശുദ്ധമായ ഈ സക്കാത്ത് കർമ്മം അത് നിങ്ങൾ നിർവഹിക്കേണ്ടത് നിർബന്ധമായ നിങ്ങളുടെ സമ്പത്തിന്റെ വിഹിതം കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. 1 ഫഖീറന്മാർ, 2 മിസ്കീന്മാർ, മൂന്നാമത്തത് ഇതിന് സക്കാത്തിന്റെ വിഹിതത്തിന് വേണ്ടി അതിന്റെ പിരിവിനും മറ്റു കാര്യങ്ങൾക്കും എഴുത്തുകുത്തുകൾക്കുമായി കൃത്യമായ വിഹിതങ്ങളെല്ലാം നിർവഹിച്ചു നൽകുന്ന ആളുകൾക്ക് വേണ്ടി, വൽ മുഅല്ലഫത്തു ഖുലൂബുഹും പുതുവിശ്വാസികളായ ആളുകൾ, വഫിർ റിഖാബി അടിമത്ത മോചനം എഴുതപ്പെട്ടതായ ആളുകൾ, വൽ ആമിരീൻ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, വീട് എന്തെങ്കിലും പലിശക്ക് കടമെടുത്ത് കടം കൊണ്ട് വലിഞ്ഞവരല്ല, എന്തെങ്കിലും ആർഭാടത്തിന് വേണ്ടി കടമെടുത്തിട്ട് വലിഞ്ഞവരല്ല, അല്ലാതെ ഏതെങ്കിലും ഒരു നന്മയായ കാര്യത്തിന് വേണ്ടി കടമെടുത്ത് അല്ലെങ്കിൽ കടബാധ്യത ഏൽക്കേണ്ടി വന്ന ആളുകൾ,
അവർക്കും സക്കാത്തിന്റെ വിഹിതങ്ങൾ കൊടുക്കണം. വഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ആളുകൾ, വബിനിസ് സബീൽ, വഴിയാത്രക്കാരനായ ഒരു വിദേശിയായ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലേക്ക് വന്നു, അവന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതായ സമ്പത്ത് അവന്റെ കയ്യിലില്ല എങ്കിൽ അവനും നമ്മൾ സക്കാത്ത് കൊടുത്ത് സഹായിക്കണം. ഇതെല്ലാം അല്ലാഹു തആല ഫർളാക്കി നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഏതെല്ലാം ഭാഗങ്ങൾക്കോ ഏതെല്ലാം വ്യക്തികൾക്കോ സക്കാത്ത് എന്ന വിഷയത്തിൽ നിങ്ങൾ കൊടുത്താൽ അല്ലെങ്കിൽ അത് വീതം വെച്ചാൽ ഒരിക്കലും നമ്മുടെ ഫർള് വിടുകയില്ല. ആ ഫർളിന്റെ കണക്കുമായി അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കേണ്ടി വരും. ഉദാഹരണമായി പറഞ്ഞാൽ ചികിത്സാ സഹായത്തിന് വേണ്ടി സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതിന് സ്വതക്ക ചെയ്യാൻ പറ്റും. സക്കാത്തിന്റെ വിഹിതം ഒരാളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ചികിത്സാ ഫണ്ടിലേക്ക് കൊടുക്കാൻ പാടില്ല. വീട് നിർമ്മാണത്തിന് വേണ്ടി സക്കാത്തിന്റെ വിഹിതം കൊടുക്കാൻ പാടില്ല. ആ വീട് നിർമ്മിക്കുന്നയാൾ പാവപ്പെട്ടവനാണ്, ഫക്കീറാണ്, മിസ്കീനാണ് എന്ന ലേബലിൽ ആണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. വീട് നിർമ്മാണത്തിന് വേണ്ടി എന്നൊരൊറ്റ ലേബലിൽ ആരെങ്കിലും സക്കാത്ത് കൊടുത്താൽ അത് ശരിയാവുകയില്ല. മാത്രമല്ല, എന്തെങ്കിലും പഠന സഹായങ്ങൾക്കോ റേഷൻ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ധനസഹായങ്ങൾക്കോ, എന്തിനധികം നമ്മുടെ ഈ പള്ളി ഇപ്പോൾ നല്ല രീതിയിൽ പണിത് അൽഹംദുലില്ലാഹ് നിങ്ങൾ നോക്കുമ്പോൾ കാണാം, സന്തോഷമായി നമുക്കിരിക്കാൻ, സമാധാനമായി നമുക്കിരിക്കാൻ, ആരാധനകൾ നിർവഹിക്കാൻ സുന്ദരമായ ഈ പള്ളിയുടെ ഈ പെയിന്റിങ്ങും മറ്റു പരിപാടികളും നിർമ്മാണ പണികളെല്ലാം നടക്കുകയാണ്. സക്കാത്തിന്റെ വിഹിതം പള്ളിക്ക് പോലും കൊടുക്കാൻ പാടില്ല. അത് കൊടുത്താൽ ശരിയാവില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൽപ്പന. അതുകൊണ്ട് സക്കാത്തിന്റെ വിഹിതം കൃത്യമായി അത് അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ നേരിട്ട് നൽകുക. ഇത് നേരിട്ട് നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ ആരെങ്കിലും വക്കാലത്ത് ഏൽപ്പിച്ചാൽ ആ വക്കാലത്ത് ഏൽപ്പിക്കുന്നവൻ അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമേ സക്കാത്തിന്റെ വിഹിതം നൽകുകയുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ സക്കാത്തിന്റെ വിഹിതം അവനെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ അറബിക് കോളേജുകൾക്കോ മദ്രസകൾക്കോ ഒന്നും സക്കാത്തിന്റെ വിഹിതം കൊടുക്കാൻ പാടുള്ളതല്ല. കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അത് നിർവഹിക്കണമെന്ന് പരിശുദ്ധമായ ഈ സന്ദർഭത്തിൽ ഈ സമയത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നേരറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കും ഒന്നും കൊടുക്കണ്ട എന്നല്ല പറഞ്ഞത്, അതുകൂടി പറയട്ടെ. സക്കാത്തിന്റെ വിഹിതത്തിന്റെ വിഷയത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ആ വരവനുസരിച്ച് കച്ചവടക്കാര്, സ്വർണം നിക്ഷേപിച്ചിട്ടുള്ളവര്, അങ്ങനെ ചെയ്യുന്ന ബിസിനസ്സുകാർ, അവർക്കൊക്കെ നിർബന്ധമാകുന്ന വിഹിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനൊരു 100 രൂപ ഒരു പാവപ്പെട്ട രോഗിയായ മനുഷ്യന് കൊടുക്കുന്നതിൽ വിരോധമില്ല. അത് സക്കാത്തല്ലല്ലോ, അത് സ്വതക്കയാണ്. അതിനും വലിയ പുണ്യമാണ്. രോഗിയെ സഹായിക്കുന്നതിൽ ഒരുപാട് പുണ്യമാണ്. അതുകൂടി മനസ്സിലാക്കണം. സക്കാത്തിന്റെ വിഹിതമാണ് ഞാൻ പറഞ്ഞത്. രോഗിയാണോ അവർക്ക് 100 രൂപ സ്വതക്കയായി നൽകാം. അല്ലെങ്കിൽ ഒരു വീട് പണിയുന്നയാൾക്ക് ഒരു 1000 രൂപ സ്വതക്കയായിട്ട് നൽകാം. അത്തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ല. സക്കാത്തിന്റെ വിഹിതം ആരും വഞ്ചിതരായി പോകരുത്, തെറ്റിദ്ധരിച്ചു പോകരുത്. വരുന്നവർക്കൊക്കെയും സക്കാത്തിന്റെ വിഹിതമാണെന്ന് പറഞ്ഞു കൊടുത്ത് ഒഴിവാകരുത്. അത് നിങ്ങളുടെ മേൽ ബാധ്യതയാണ്.